വെൽക്കം ടു അവോദ. ഇന്നത്തെ നമ്മളുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. എന്താണ് കറണ്ട് അഫെയർ? അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. കറണ്ട് അഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? ആനുകാലിക വിഷയങ്ങൾ അല്ലേ? പൊതുവിജ്ഞാനത്തെ പോലെ തന്നെ ആനുകാലിക വിഷയത്തിനും വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാർ നടത്താറുള്ള എല്ലാ പരീക്ഷകൾക്കും ആനുകാലിക വിഷയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. മിനിമം 5 തൊട്ട് 10 മാർക്ക് വരെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു പോർഷൻ തന്നെയാണ് ഈ പറഞ്ഞ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനുകാലികം എന്ന് പറയുന്നത്. എന്താണ് ആനുകാലിക വിഷയങ്ങൾ? ആനുകാലിക വിഷയങ്ങളെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തിലും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്കിന്ന് വേൾഡ് വൈഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ പറയാറുണ്ട്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് അങ്ങനെ പോകുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസവും ആനുകാലികമായ വിഷയങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ്. പുതിയ എയർപോർട്ടുകൾ വരുന്നു, പുതിയ ഇന്ത്യൻ റെയിൽവേയിൽ മാറ്റങ്ങൾ വരുന്നു അല്ലേ? പുതിയ ട്രെയിനുകൾ പുതിയതായിട്ട് വരുന്നു, അതിൻ്റെ റൂട്ടുകൾ പുതിയതായിട്ട് വരുന്നു. അപ്പോൾ അതിനുള്ള പുതിയ പുതിയ പേരുകൾ വരുന്നുണ്ട്. ഇന്ന് വന്ദേ ഭാരത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ട്രെയിൻ തന്നെ വരുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം 20 തൊട്ട് 30 ട്രെയിനുകൾ പുതിയതായിട്ട് വരാൻ പോകുന്നു. ഒരു പക്ഷേ അതിൽ തന്നെ പേരുകൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അതേപോലെ തന്നെ പുതിയ എയർപോർട്ടുകൾ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ വ്യത്യസ്ത രീതിയിലാണ് വരുന്നത്. ഇതെല്ലാം ആനുകാലിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര വർഷത്തെ നമ്മൾ ആനുകാലികം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 5 ഇയറെങ്കിലും ആനുകാലിക വിഷയങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ വർഷത്തിലാണെങ്കിൽ 2020 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 വർഷം നമുക്ക് അടുത്ത ഈ 2023 വരെയുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും, നിലവിലുള്ള കാര്യമാണ്. അപ്പോഴും 5 വർഷം നമ്മൾ കാലാവധി പറയുമ്പോഴത്തേക്ക് 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2023 എത്താൻ പറ്റൂ. ഈ 2023 മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം 2024 എന്നത് ഇപ്പോൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2024 കറണ്ട് അഫെയറും നമ്മൾ ഇനി വരും ദിവസങ്ങളിലെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2025 നമുക്ക് വരാൻ പോകുന്ന വർഷം 2026 ഇങ്ങനെ പോകും. ഓരോ വർഷങ്ങളിലെയും കൃത്യമായിട്ട് നമ്മൾ കറണ്ട് അഫെയർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം മിനിമം ഒരു 5 വർഷത്തെങ്കിലും കറണ്ട് അഫെയർ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തോട് നമ്മൾ മനസ്സിലാക്കുക. ഈ കറണ്ട് അഫെയറോട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ആനുകാലിക വിഷയങ്ങൾ പറയുമ്പോഴത്തേക്ക് നിലവിൽ ഇപ്പോഴത്തെ നമ്മളുടെ മന്ത്രിസഭയിലുള്ള ആരൊക്കെയാണ് എന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെ എണ്ണങ്ങൾ, അതേപോലെ തന്നെ ആ മന്ത്രിമാർക്കുള്ള ചുമതലകൾ ഏതൊക്കെയാണ്, ഒരു പക്ഷേ മാറ്റങ്ങൾ കൂടിയാണ് വരാൻ പോകുന്നത് അല്ലേ? 2023 ലാസ്റ്റ് ഡിസംബർ ആയപ്പോഴത്തേക്ക് 2 മന്ത്രിമാരാണ് നമുക്ക് കേരളത്തിൽ തന്നെ പുതിയതായിട്ട് ചുമതല ഏൽക്കുകയുണ്ടായി. അത് KSRTCയിലും ഒരു വ്യത്യാസം ഉണ്ടായി. അപ്പം പുതിയ മന്ത്രിമാരാണ് വന്നപ്പോൾ അവരാരൊക്കെയാണ്, അവരുടെ പേരുകൾ എന്തെല്ലാമാണ്, ചുമതലകൾ എന്തെല്ലാമാണ്, ആരൊക്കെയാണ് ചുമതലകൾ വിട്ടൊഴിഞ്ഞു പോയത്, അത് ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ്, എത്ര വർഷം അവർക്ക് കാലാവധി ഉണ്ടായിരുന്നു, ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ഇനി മറ്റ് MP-മാർക്കോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അവരുടെ സാഹചര്യം മൂലം അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതിയ ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒരു ആനുകാലിക വിഷയത്തിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ തുടങ്ങി നമ്മൾ സ്പോർട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 വരാൻ പോകുന്ന ഒളിമ്പിക്സുകൾ എവിടൊക്കെയാണ് നടക്കുന്നത്, ഇപ്പം ലാസ്റ്റ് നമ്മൾ കാണുകയുണ്ടായി ഖത്തറിൽ നടന്നു. ഇനിയും വരാൻ പോകുന്നത് എവിടെയാണ്, അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് ഗുണം ചെയ്യും. സൗദി പോലുള്ള രാജ്യങ്ങളിൽ, ഗൾഫ് കൺട്രീസുകളിലൊക്കെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആനുകാലിക വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫെയർ വരെ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ലെവലിലാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമാണ് നമ്മളുടെ മുൻപിലുള്ളത്, റാങ്കിലെത്തുക എന്നുള്ളത് അല്ലേ? ആദ്യത്തെ 100 റാങ്കിനകത്ത് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ എക്സാമുകൾക്ക്, ഇപ്പോൾ LDC LGS പോലുള്ള വലിയ എക്സാമുകളിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത 1, 2, 3 വർഷത്തിനുള്ളിൽ, അതായത് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നൊരു ഗുണം തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറണ്ട് അഫെയർ എങ്ങനെയാണ് അവോധയിൽ കൂടി പഠിക്കുന്നതെന്നോടൊന്ന് പറഞ്ഞു
പറഞ്ഞുതരാം. അവോധയിൽ നിങ്ങൾക്ക് വരുന്നത് PDF രൂപത്തിലും അതേപോലെ തന്നെ വീഡിയോ രൂപത്തിലുമാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഓരോ വർഷത്തെയും നമുക്ക് കണക്ക് നോക്കാം. ഇപ്പോൾ 2023 നമുക്കൊന്ന് എടുക്കാം. 2003 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരുമ്പോഴത്തേക്ക് 2003 എന്നൊരൊറ്റ വർഷത്തെ നമുക്ക് കറണ്ട് അഫെയർ അല്ല നമ്മൾ അതിനെ എടുക്കുന്നത്. അതിൽ തന്നെ നമുക്ക് പോകുന്നത് ജാനുവരി, അതേപോലെ ഫെബ്രുവരി, അതേപോലെ മാർച്ച് മാസം, അതേപോലെ ഏപ്രിൽ, പിന്നീട് വരുന്നത് മെയ്, ഇങ്ങനെ തുടങ്ങി താഴേക്ക് വന്നിട്ട് ഡിസംബർ വരെയുള്ള നമുക്ക് ഓരോ മാസത്തെ നമുക്ക് കറണ്ട് അഫെയർ സെപ്പറേറ്റ് PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ആവർത്തിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഓർമ്മയിലേക്ക് എത്തിക്കാം. ഇനി ഇതിൻ്റെ എല്ലാം തന്നെ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് കേട്ട് പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഹെഡ്സെറ്റ് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആവർത്തിച്ച് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ രീതിയിലുള്ള പഠന സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതും ഈ പറഞ്ഞ ഒരു വർഷത്തെ അല്ല, 5 വർഷത്തേതാണ് നമ്മൾ കറണ്ട് അഫെയർ നമ്മൾ നൽകുന്നത്. ആ 5 വർഷത്തെ കറണ്ട് അഫെയർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കേട്ടും വായിച്ചും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേപോലെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെ? നമ്മുടെ മനസ്സിൽ ഒരുപോലെ ഈ പറഞ്ഞ 5 വർഷത്തെ നമുക്ക് ആനുകാലിക വിഷയങ്ങളൊന്നും നമ്മുടെ മനസ്സിലിരിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ച് ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോഡുകളായിട്ടും അതേപോലെ സ്ഥലങ്ങളെ ബന്ധപ്പെടുത്തിയോ മറ്റ് മന്ത്രിമാരെ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കേട്ട് കണക്ട് ചെയ്ത് പോകാവുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ വരുന്ന എക്സാമുകളെല്ലാം കേരള PSC ആയിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ എക്സാമുകളിലും കറണ്ട് അഫെയറിന് വലിയ സാധ്യതയുള്ളത്, സ്വാധീനം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഒരു വിജയ പദത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു.